വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന വാഴൂർ റോഡിൽ കൂടിയാണ്. മാമ്മൂട്ടിൽ നിന്ന് തെങ്ങണ വഴി ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ കൂടി FC റോഡിലേക്ക് ആണ് നമ്മളിന്ന് പോകുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും തണൽ മരങ്ങൾ ധാരാളമായിട്ട് ഉണ്ട്. അതിനെല്ലാം പൂക്കളെല്ലാം വിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണിക്കൊന്നയും വാഗമരങ്ങളും ഒക്കെ ഇവിടെ ധാരാളമായിട്ട് ഉണ്ട്. ഈ വഴിയോരത്തിലുള്ള തണൽ മരത്തിൻ്റെ ചുവട്ടിൽ ധാരാളം കച്ചവടക്കാരും ലോട്ടറി കച്ചവടക്കാരും ഒക്കെ ഈ പ്രദേശത്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ ബൈപ്പാസിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെയും ഉണ്ട് ധാരാളം തണൽ മരങ്ങൾ. സന്ധ്യാസമയങ്ങളിൽ ഇവിടെയൊക്കെ ജനനിബിഡമാണ്. കാരണം ഈ ബൈപ്പാസിൽ ധാരാളം റെസ്റ്റോറൻറ്റുകളും തട്ടുകടകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വിലയേറിയ സന്ധ്യാസമയം അല്പനേരം വിനോദത്തിനും സന്തോഷത്തിനും ഒക്കെയായിട്ട് ഈ പാതയോരം തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ ധാരാളം കണിക്കൊന്നകൾ ഈ റോഡിലൊക്കെ പൂത്തു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡ്. ചങ്ങനാശ്ശേരി റെയിൽവേ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പാലാത്തറയ്ക്ക് പോകുന്ന വഴിയിലാണ് കൂടുതലായിട്ടും റെസ്റ്റോറൻറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ ഇതുവഴി വരുന്നവർ തീർച്ചയായിട്ടും കുമളിക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് വേണ്ടി ഈ വഴി ചൂസ് ചെയ്യും എന്ന് പറയുന്നതിൽ സംശയമില്ല. വളരെ മനോഹരമായിട്ടുള്ള ഈ പ്രദേശത്ത് വൻമരങ്ങളൊക്കെ പൂക്കളാൽ വിരിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. താങ്ക് യു.